ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പലർക്കും തടസ്സമാവുന്നത് സ്ഥലപരിമിതിയാണ്. കുറഞ്ഞ സ്ഥലത്ത് മികച്ച കൃഷിരീതിയിലൂടെ മേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ കൃഷിയോടുള്ള താല്പര്യം മാത്രം മതി. ആരോഗ്യത്തോടെയുള്ള ജീവിതം, വിഷമയമില്ലാത്ത പച്ചക്കറികൾ എന്ന ലക്ഷ്യത്തോടെ 1 സെന്റ് പോളി ഹൌസ് ഹൈടെക് കൃഷിരീതികൾ ഉപയോഗപ്പെടുത്തുന്നത് കാർഷിക രംഗത്തെ സ്വയം പര്യാപ്തതയ്ക്ക് ഉണർവേകും. പ്രധാന വാർത്തകളിലേക്ക്. ആണവ കരാർ പ്രാവർത്തികമാക്കിയതിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്ന് ടി.പി. രാമകൃഷ്ണൻ. ബാർക്കോഴ അഴിമതിയിൽ ഉൾപ്പെട്ട 4 മന്ത്രിമാരെ കൂടി വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എൻ.സി.പി. സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. വിലത്തകർച്ചയിൽ തളരുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി ധർണ കളക്ടറേറ്റ് പടിക്കൽ. വാർത്തകൾ വിശദമായി. ബാർക്കോഴ അഴിമതിയിൽ 4 കോൺഗ്രസ് മന്ത്രിമാർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വെളിപ്പെട്ട സാഹചര്യത്തിൽ 4 മന്ത്രിമാരെ കൂടി വിജിലൻസ് കേസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് എൻ.സി.പി. സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ആവശ്യപ്പെട്ടു. അഴിമതിക്കാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുമെന്ന് ഭയപ്പെടുന്നതുകൊണ്ടാണ് UDF ബാലകൃഷ്ണപിള്ളയുടെയും PC ജോർജിന്റെയും മുന്നിൽ മുട്ടുമടക്കിയതെന്നും ഉഴവൂർ വിജയൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ബിജു രമേശ് ഉന്നയിച്ചിട്ട് ഉള്ള ആ രേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കണം. അതാണ് ഇന്ന് ബാലകൃഷ്ണൻ പറഞ്ഞത്. അന്വേഷിക്കാതെ ഇപ്പൊ നമുക്കായിട്ട് വിധി പ്രഖ്യാപിക്കാൻ പറ്റിയല്ലോ. അങ്ങനെയാണ് പിന്നെ വിജിലൻസിന്റെ ചുമതലയും കൂടി ഏതെങ്കിലും പാർട്ടിക്കാരെ ഏൽപ്പിച്ചാൽ പോലെ അവരെ പിന്നെ എന്തിനായി തൊഴിൽ ഏൽപ്പിച്ചിരിക്കുന്നത്? ആണവ കരാർ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണൻ. ഉന്തുവണ്ടി പെട്ടിക്കട ഫുട്പാത്ത് കച്ചവട അസോസിയേഷൻ CITU 25ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്തുവണ്ടി പെട്ടിക്കട ഫുട്പാത്ത് കച്ചവട അസോസിയേഷൻ CITU 25ാം വാർഷിക സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആണവ കരാർ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്ന് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ഏതെല്ലാം കമ്പനിയാണോ ഇത് ആ കമ്പനികൾ നഷ്ടപരിഹാരം, വഴിയോര കച്ചവടക്കാർക്ക് പരിരക്ഷ നൽകുന്നതിനായി പാസാക്കിയ നിയമങ്ങൾ പോലും നടപ്പിലാക്കാത്ത സർക്കാർ നിലപാടുകളിൽ സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി. CP സുലൈമാൻ, മേച്ചേരി ബാബുരാജ്, K. പ്രബീഷ്, P. നാരായണൻ, PS ബഷീർ, TK ശശി, VP മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. വിലത്തകർച്ചയിൽ തളരുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ഉപവാസം സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉൽപാദന ചെലവായി ബന്ധപ്പെടുത്തി 1 കിലോ റബ്ബറിന് 200 രൂപ താങ്ങുവില നിശ്ചയിക്കുക. റബ്ബർ സംഭരണം റബ്ബർ ബോർഡ് മുഖാന്തരം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക. മതിയായ വിലസ്ഥിരതാ ഫണ്ട് സ്വരൂപിക്കുക. സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക. ആവശ്യത്തിലധികം ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന് 50% ചുങ്കം ചുമത്തുക. സ്വാഭാവിക റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ഇറക്കുമതി നിരോധിക്കുക. കയറ്റുമതിക്ക് തുല്യം റബ്ബർ ഇറക്കുമതി നയം പുനഃപരിശോധിക്കുക. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് തുറമുഖ നിയന്ത്രണം ഉറപ്പുവരുത്തുക. രോഗവിമുക്തമാണ് റബ്ബർ എന്ന് ബോധ്യപ്പെട്ട ശേഷം തുറമുഖത്തു നിന്ന് റബ്ബർ നീക്കം ആരംഭിക്കുക. വാറ്റ് നികുതി ഒഴിവാക്കുക. റബ്ബർ ബോർഡ് നൽകുന്ന സബ്സിഡി ഏക്കറിന് 50,000 രൂപയാക്കി ഉയർത്തുക. റബ്ബർ അധിഷ്ഠിത ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ആരംഭിക്കുക. റോഡ് ടാറിങ്ങിന് പ്രകൃതിദത്ത റബ്ബർ ഉപയോഗിക്കുക. കാലഹരണപ്പെട്ട റബ്ബർ വെട്ടിമാറ്റി അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ തൈ വെച്ചുപിടിപ്പിക്കുവാൻ മുന്തിയ പരിഗണന നൽകി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ റബ്ബർ കർഷകർ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം, കിസാൻ സഭ, നാഷണലിസ്റ്റ് കിസാൻ സഭ, കിസാൻ ജനത, കർഷക യൂണിയൻ,
കർഷക കോൺഗ്രസ് എസ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഉപവാസം സംഘടിപ്പിച്ചത്. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി TV ബാലകൃഷ്ണൻ, യുവജനതാദൾ ജില്ലാ സെക്രട്ടറി K ലോഹ്യ, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി TV രാജൻ, CP ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴുവൂർ വിജയൻ, KP കുഞ്ഞാമുദ്കുട്ടി മാസ്റ്റർ, M മെഹബൂബ് എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 1 മുതൽ 14 വരെ ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. പൊതുജനങ്ങൾ പാർക്കിംഗിൽ നിഷ്കർഷിച്ച സ്ഥലങ്ങളിൽ മാത്രമേ പാർക്കിംഗ് ചെയ്യാവൂ എന്നും കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 1 മുതൽ 14 വരെ കോഴിക്കോട് വെച്ച് നടത്തുന്ന ഫുട്ബോൾ, വോളിബോൾ, ബീച്ച് വോളിബോൾ എന്നീ മത്സരങ്ങളോടനുബന്ധിച്ച് കോഴിക്കോട് സിറ്റിയിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫുട്ബോൾ, വോളിബോൾ മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പാവമണി റോഡിലൂടെ വന്ന് പുതിയ ബസ് സ്റ്റാൻഡ് വഴി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട എല്ലാ സിറ്റി ബസ്സുകളും ഹെഡ് പോസ്റ്റ് ഓഫീസ്, YMCA ക്രോസ് റോഡ്, മാവൂർ റോഡ് ജംഗ്ഷൻ, അരയടത്ത് പാലം വഴിയാണ് സർവീസ് നടത്തേണ്ടത്. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും പാളയം സ്റ്റാൻഡിലേക്ക് പോകേണ്ട എല്ലാ ലൈൻ ബസ്സുകളും അരയടത്ത് പാലം തെക്കു നിന്നുള്ള പുതിയ അപ്രോച്ച് റോഡ് വഴി വന്ന് പുതിയറ, കല്ലുത്താൻകടവ്, പൂന്താനം, പാളയം മാർക്കറ്റ് വഴി പാളയം ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതും തിരിച്ച് പാളയം മാർക്കറ്റ്, പൂന്താനം, വുഡ്ലാൻഡ് ജംഗ്ഷൻ, പുതിയറ, അരയടത്ത് പാലം വഴി തിരിച്ച് സർവീസ് നടത്തേണ്ടതുമാണ്. ഫുട്ബോൾ മത്സരം നടക്കുന്ന ദിവസങ്ങളിൽ കണ്ണൂർ, തലശ്ശേരി, വടകര, കൊയിലാണ്ടി, അത്തോളി, ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ വുഡ്ലാൻഡ് ജംഗ്ഷൻ, പുതിയറ, അരയടത്ത് പാലം, എരഞ്ഞിപ്പാലം വഴി സർവീസ് നടത്തേണ്ടതാണ്. ഫുട്ബോൾ, വോളിബോൾ മത്സര ദിവസം പൊതുജനങ്ങൾക്കായി ജാഫർഖാൻ കോളനി, സാമുദ്രി ഹൈസ്കൂൾ ഗ്രൌണ്ട്, പുതിയ പാലം, കോർപ്പറേഷൻ ഗ്രൌണ്ട്, അരയടത്ത് പാലം, അൽസലാമ ഗ്രൌണ്ട്, ലുലു ഗ്രൌണ്ട്, അഴകൊടി ടെമ്പിൾ ഗ്രൌണ്ട്, മിംസിനടുത്തുള്ള KTC ഗ്രൌണ്ട് എന്നിവയുമാണ് പാർക്കിംഗിനായി പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ബീച്ച് വോളി മത്സരം നടക്കുന്ന സമയങ്ങളിൽ ബീച്ച് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കും. ആരോഗ്യമേഖലയിൽ കേരളം മുന്നോട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നോക്കാവസ്ഥയിലാണെന്ന് MK രാഘവൻ MP. റീജിയണൽ സയൻസ് സെന്റർ സംഘടിപ്പിച്ച ക്യാൻ ക്യൂർ ക്യാൻസർ ബോധവൽക്കരണ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർബുദ രോഗികളുടെ ഉന്നമനത്തിനുള്ള പ്രതീക്ഷയുടെ സഹകരണത്തോടെയാണ് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം സംയുക്തമായി ക്യാൻ ക്യൂർ ക്യാൻസർ ബോധവൽക്കരണ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. MK രാഘവൻ MP എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിൽ കേരളം മുന്നോട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നോക്കാവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആശുപത്രികൾ വർദ്ധിച്ചു വരുന്ന പ്രവണത ആശ്വാസകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യരംഗത്ത് കേരളം മുന്നിലാണെന്ന് പറയാം, പക്ഷെ പിറകിലോട്ട് പോകുമെന്നുള്ള സംശയിക്കുന്നവരാണ് എല്ലാവർക്കും. പ്രതീക്ഷ രക്ഷാധികാരി ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ അധ്യക്ഷം വഹിച്ചു. പ്ലാനറ്റോറിയം ഡയറക്ടർ ഡോക്ടർ VS രാമചന്ദ്രൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ, WIMA പ്രസിഡന്റ് ഡോക്ടർ ഷീല ശിവൻ, എഡ്യൂക്കേഷൻ ഓഫീസർ സുനിൽ KM, പ്രതീക്ഷ പ്രസിഡന്റ് അശോകൻ ആലപ്പുറത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ന് ഇന്ത്യയിൽ സർവോപരി കേരളത്തിൽ പ്രതിദിനം വർദ്ധിച്ചു വരുന്ന മഹാമാരിയാണ് ക്യാൻസർ. അടുത്ത കാലത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ ക്യാൻസർ 300 മടങ്ങ് കൂടിയിട്ടുണ്ട് എന്നാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള ഭയവും അജ്ഞതയും ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നു. രോഗത്തെക്കുറിച്ച് ശരിയായ ബോധമില്ലായ്മയാണ് ഇതിന് കാരണം. ക്യാൻസർ ബോധവൽക്കരണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയുടെ സഹകരണത്തോടെയാണ് റീജിയണൽ സയൻസ് സെന്റർ ഇത്തവണ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ എക്സിബിഷനിൽ ക്യാൻസറിന്റെ 6 വിവിധ ഭാഗങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നുണ്ട്. എന്താണ് ക്യാൻസർ, ക്യാൻസറിന്റെ കാരണങ്ങൾ, ക്യാൻസറിന്റെ ലക്ഷണങ്ങളും നേരത്തെയുള്ള രോഗനിർണയവും, ക്യാൻസർ ചികിത്സയിലെ മുന്നേറ്റം, ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം, പ്രതീക്ഷ എന്ന സംഘടന ക്യാൻസറിനെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്നിവയാണ് 6 വിഭാഗങ്ങൾ. ഫെബ്രുവരി 6 വരെ പ്രദർശനം തുടരും. കൂടാതെ ദിവസേന ക്യാൻസറിനെ കുറിച്ചുള്ള പ്രഗത്ഭ ഡോക്ടർമാരുടെ ക്ലാസുകളും ചർച്ചയും നടക്കും. വിഷമയമല്ലാത്ത പച്ചക്കറികൾ ഉണ്ടാവണമെങ്കിൽ കൃഷിയോടുള്ള ആഭിമുഖ്യമാണ് ആദ്യം വേണ്ടതെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ T ഗീത കോഴിക്കോട് നടന്ന 1 സെന്റ് പോളി ഹൌസ് ഹൈടെക് കൃഷി സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. നാഷണൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് 1 സെന്റ് പോളി ഹൌസ് ഹൈടെക് കൃഷി സെമിനാർ സംഘടിപ്പിച്ചത്. സൊസൈറ്റി പ്രസിഡന്റ് അംഗത്തിൽ അജയകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ T ഗീത സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാവണമെങ്കിൽ കൃഷിയോടുള്ള ആഭിമുഖ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് T ഗീത പറഞ്ഞു. പച്ചക്കറികളെല്ലാം വിഷമയമായതാണെന്നാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷമയമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യമാണ്. നമുക്ക് കൃഷി ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം, നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നതിനേക്കാളും മുന്നേ എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കണം.
എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളത് വിജയിക്കുള്ളൂ. നഗരവാസികൾക്ക് 1 സെന്റ് ഭൂമിയിൽ പോലും ഹൈടെക് കൃഷി ചെയ്യുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. കൃഷി ഓഫീസർ ജുദൈദ് ഹൈടെക് പോളി കൃഷി രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. PC കൃഷ്ണകുമാർ, KB ജയാനന്ദ്, ഉമേഷ് അരങ്ങിൽ, K കൃഷ്ണദാസ്, PK സജീവ് കുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പൂരി കലാകാരന്മാരുടെ ആക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആന കുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. വാർത്തകൾ തുടരുന്നു. തൂണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാദാപുരത്ത് മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് നടന്ന കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ പ്രതികളെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM അഷ്റഫ് ആവശ്യപ്പെട്ടു. തീർത്തും ആസൂത്രിതമായാണ് സംഭവങ്ങൾ നടന്നത്. സംഭവത്തെക്കുറിച്ച് IG അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്ഥലം സന്ദർശിക്കണമെന്നും SDPI നേതാക്കൾ ആവശ്യപ്പെട്ടു. പോലീസ് താല്പര്യപ്പെട്ടാൽ ഏറ്റവും ചുരുങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മറ്റു ഫർണിച്ചറുകളും മറ്റ് വീട്ടുപകരണ സാധനങ്ങളും കടത്തിക്കൊണ്ട് പോയതുണ്ട്. അതൊക്കെ അടക്കമുള്ള, പക്ഷെ ഇത്രയധികം സ്വർണം വരുമ്പോൾ അതൊക്കെ നിഷ്പ്രഭമായി പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടെടുക്കാൻ പോലീസ് അത്യാവശ്യമായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉടനെ സ്ഥലം സന്ദർശിക്കണം. ഇത്ര ഡിമാൻഡ്സാണ് അടിയന്തരമായിട്ട് പാർട്ടി വെക്കുന്നത്. ഇത് നടക്കുന്നില്ലെങ്കിൽ, അടിയന്തരമായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഈ 5-ാം തീയതി, ഫെബ്രുവരി 5-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി NH ഉപരോധിക്കുന്നതാണ്. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUCയുടെ ജില്ലാ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. സംസ്ഥാന കൺവീനർ ജിറാർ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC ജില്ലാ കൺവെൻഷൻ AITUC ഹാളിൽ നടന്നു. സംസ്ഥാന കൺവീനർ ജിറാർ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് തീരുമാനിച്ചു, ഒരു ഒറ്റ മാസം കൊണ്ട് നമ്മുടെ സംഘടനയുടെ രൂപം മാറും. ഒരു തർക്കം വേണ്ട കാര്യം. ഇവിടെ മറ്റു ഇതര സംഘടനകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇവിടുന്ന് പങ്കെടുക്കുന്നത് AITUCയുടെയും ST TV ബാലൻ, സത്യൻ മൊകേരി, IV ശശാങ്കൻ, PK നാസർ, PV മാധവൻ, മുഹമ്മദ് ബഷീർ, ഷർഫുദ്ദലി, മജീദ് വെൺമറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ബാർക്കോഴ കേസിൽ 4 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ കൂടി ആരോപണമുയർന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ രാജിവെച്ച് ഒഴിയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ഈ മന്ത്രിസഭയുടെ കീഴിലുള്ള ഏജൻസി കേസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല. കേന്ദ്ര ഏജൻസിക്ക് കേസ് കൈമാറണമെന്നും V മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇതൊക്കെ നടക്കണമെങ്കിൽ കേരളത്തിൽ ഈ ഗവൺമെന്റ് നിലനിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഈ കേസ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് വിട്ടുകൊണ്ട് മന്ത്രിസഭയിലെ ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും രാജിവെച്ച് 20 കോടിയിലധികം ചെലവഴിച്ച് ദേശീയ ഗെയിംസിന് വേണ്ടി നവീകരിച്ച കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം തുറന്നുകൊടുത്തു. ഫെബ്രുവരി 1 വൈകിട്ട് ദേശീയ ഗെയിംസിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകളും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ദേശീയ ഗെയിംസ് ഫുട്ബോളിന് ആരവമൊരുങ്ങേണ്ട കോർപ്പറേഷൻ സ്റ്റേഡിയം നാടിനായി തുറന്നു. 21 കോടി മുടക്കി നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിർവഹിച്ചത്. 2012 മാർച്ചിൽ നായനാർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ശേഷം ബൂട്ടഴിച്ചുവെച്ച സ്റ്റേഡിയത്തിലേക്ക് 34 മാസങ്ങൾക്ക് ശേഷമാണ് ഫുട്ബോൾ ആവേശത്തിന്റെ പന്ത് ഉരുണ്ടെത്തുന്നത്. അത്യാധുനിക രീതിയിൽ നവീകരിച്ച പുതിയ സ്റ്റേഡിയത്തിൽ 45,000 പേർക്ക് ഒരേ സമയം മത്സരം കാണാം. ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മിച്ച ഗ്രാൻഡ് സ്റ്റാൻഡ് പവലിയനാണ് നവീകരിച്ച സ്റ്റേഡിയത്തിലെ പുതിയ ആകർഷണം. 5,000 പേരെ ഉൾക്കൊള്ളുന്ന VIP പവലിയനുമുണ്ട്. സ്റ്റേഡിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ പ്രവേശന കവാടം. പുതിയ പവലിയനിൽ താഴെയായി 100 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് യാർഡും തയ്യാറായിട്ടുണ്ട്. ഭാവിയിൽ ക്രിക്കറ്റ് മത്സരത്തിനുള്ള വേദിയാകാനുള്ള സംവിധാനത്തോടെയാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം നവീകരിച്ചിട്ടുള്ളത്.
21 കോടി ചിലവിടുന്ന പദ്ധതി 45% കോർപ്പറേഷനും 55% ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റുമാണ് വഹിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ചത് ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റാണ്. പ്രവൃത്തികൾക്കായി 2012 നവംബർ 21 കരാർ നൽകിയത്. 2013 ജനുവരിയിൽ ജോലികൾ ആരംഭിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഭിരാം ഇൻഫ്രാസ്ട്രക്ചേഴ്സിനായിരുന്നു സിവിൽ ജോലികളുടെ കരാർ. 20 മാസങ്ങൾക്ക് ശേഷവും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ ഒക്ടോബറിൽ മറ്റൊരാൾക്ക് കരാർ നൽകി. പുതിയ കരാറുകാരൻ അതിവേഗമാണ് സ്റ്റേഡിയത്തിന്റെ ബാക്കിയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. 1 തീയതി വൈകിട്ട് 7 മണിക്ക് കേരളവും മഹാരാഷ്ട്രയും തമ്മിലുള്ള മത്സരത്തോടെ കോർപ്പറേഷൻ സ്റ്റേഡിയം ദേശീയ ഗെയിംസ് ഫുട്ബോൾ ആവേശത്തിലേക്ക് ഉണരും. തുടർന്ന് ഫെബ്രുവരി 7 വരെ എല്ലാ ദിവസവും വൈകിട്ട് 4-നും 7-നും ഇവിടെ മത്സരങ്ങളുണ്ട്. ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ ഫെബ്രുവരി 9 നടക്കുന്നത്. ഫെബ്രുവരി 1 വൈകിട്ട് 5 ദേശീയ ഗെയിംസിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിനും കോർപ്പറേഷൻ സ്റ്റേഡിയം വേദിയാകും. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തുകളയണമെന്ന് സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അമരവിള രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്ത് വയോജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പലപ്പോഴായി നിവേദനത്തിലൂടെയും പ്രതിഷേധ പ്രകടനങ്ങളിലൂടെയും സർക്കാരിനെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ സുപ്രധാനമായ പല ആവശ്യങ്ങളും ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇവ നടപ്പിലാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിലും ഇതര ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അമരവിള രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ വൈസ് പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായിരുന്നു. കെ രാഘവൻ നായർ, ടി ബാലകൃഷ്ണൻ നായർ, കെ രാജചന്ദ്രൻ, എം സുധാകരൻ, അബ്ദുൾ റസാഖ്, ടി ദേവി, എം വി അശോകൻ എന്നിവർ സംസാരിച്ചു. 342 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പിൻവലിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, 2013 സർക്കാർ പുറത്തിറക്കിയ വയോജന നയം അസംബ്ലിയിൽ അവതരിപ്പിച്ച് നിയമമാക്കുക, പൊതുമേഖലയെ സംരക്ഷിച്ച് രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ കാണിച്ചതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനുഷ്യസ്നേഹം കൊണ്ടാണ് പ്രേം നസീർ അനുസ്മരിക്കപ്പെടുന്നതെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയുടെ പ്രഥമ പ്രേം നസീർ പുരസ്കാരം നാടക ചലച്ചിത്ര നടൻ ടി സുധാകരന് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയുടെ പ്രേം നസീർ പുരസ്കാരങ്ങൾ ചലച്ചിത്ര നാടക നടൻ ടി സുധാകരന് സമ്മാനിച്ചു. ടൗൺ ഹാളിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ സംവിധായകനും നടനുമായ ജോയ് മാത്യു പുരസ്കാരദാനം നടത്തി. അടുത്തതായി ശ്രീ സുധാകരന് ക്യാഷ് അവാർഡ് നൽകാനായി ശ്രീ പി വി ജി ക്ഷണിക്കുന്നു. പി വി ഗംഗാധരൻ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. പുരസ്കാരദാന ചടങ്ങ് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി അഡ്വൈസർ ഡോക്ടർ കെ മൊയ്തു ഉദ്ഘാടനം ചെയ്തു. കലാകാരനും നടനും എല്ലാമായിരുന്നു ശ്രീ പ്രേം നസീർ. നടൻ മാമുക്കോയ അധ്യക്ഷം വഹിച്ചു. MES പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ പ്രേം നസീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യുണൈറ്റഡ് ഡ്രാമാറ്റിക് വൈസ് പ്രസിഡന്റ് KTC അബ്ദുള്ള, വിനോദ് കോവൂർ, അഡ്വക്കേറ്റ് M രാജൻ, നടന്മാരായ കോഴിക്കോട് നാരായണൻ നായർ, സുധീഷ്, UDA ജനറൽ സെക്രട്ടറി ഷാവുൽ ഹമീദ്, പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പ്രേം നസീറിന്റെ 26 ഗാനങ്ങൾ കോർത്തിണക്കി ഗാനമേളയും അവതരിപ്പിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. Galaxy made of ABS material. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം.
വാർത്തകൾ തുടരുന്നു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ കലോത്സവം നടന്നു. LP, UP സ്കൂൾ കുട്ടികൾക്കായി എല്ലാ കൊല്ലവും നടത്താറുള്ളതാണ് ഗാന്ധി ദർശൻ കലോത്സവം. ഗാന്ധി ഗൃഹത്തിലാണ് പരിപാടികൾ നടന്നത്. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ കലോത്സവം നടന്നു. LP, UP സ്കൂൾ കുട്ടികൾക്കായി എല്ലാ കൊല്ലവും നടത്താറുള്ളതാണ് ഗാന്ധി ദർശൻ കലോത്സവം. ഗാന്ധി ഗൃഹത്തിലാണ് പരിപാടി നടന്നത്. പദ്യം ചൊല്ലൽ, പ്രസംഗം, വായന, രഘുപതി രാഘവ രാജാറാം, വന്ദേ മാതരം തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. രചനാ മത്സരങ്ങൾക്ക് ശേഷമാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. മലപ്പുറം പെരിന്തൽമണ്ണ മേലാറ്റൂരിൽ വീട്ടമ്മയെ മാനഭംഗത്തിനിരയാക്കി സ്വർണം കവർന്ന കേസിലെ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുമായി മൊബൈൽ ഫോണിലൂടെ സൌഹൃദത്തിലായ യുവാവ് ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിനിരയാക്കുകയും ആഭരണങ്ങൾ കൈവശപ്പെടുത്തുകയുമായിരുന്നു. DYSP CK പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 2014 ഡിസംബർ 20-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 3-അംഗ സംഘത്തിലെ ജാഫർ വീട്ടമ്മയുമായി മൊബൈൽ ഫോണിലൂടെ സൌഹൃദത്തിലാവുകയും തുടർന്ന് 20-ന് രാത്രി വീട്ടിൽ നിന്നും ഇറക്കി ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്തു. പിന്നീട് പാലക്കാട് നാട്ടുകല്ലിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ വെച്ച് പ്രതികളായ ജാഫറും നിസാറും മുജീബ് റഹ്മാനും ചേർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. തുടർന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തി ആഭരണങ്ങൾ കൈവശപ്പെടുത്തിയ ശേഷം തിരികെ മേലാറ്റൂരിലെ വീട്ടിലെത്തിച്ചു. അതുപോലെ കവർച്ച, അതുപോലെ ഈ സ്ത്രീനെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള വകുപ്പെല്ലാം ഇത് വരുന്നുണ്ട്. യുവതിയുടെ 10 പവൻ സ്വർണമാണ് 3-അംഗ സംഘം തട്ടിയെടുത്തത്. പെരിന്തൽമണ്ണ DYSP CK പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം എടത്തനാട്ടുകര പാലത്തിന് സമീപത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. സൈബർ സെൽ, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. കേരള ഭരണം കോമഡി എക്സ്പ്രസ് പോലെയാണെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. അഴിമതിയും തമ്മിൽ തല്ലുമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. NCP സൌത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയും തമ്മിൽ തല്ലുമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. പാർട്ടി നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. R. ബാലകൃഷ്ണപിള്ളയുടെയും PC ജോർജിന്റെയും നിലപാടുകൾ സ്വാഗതാർഹമാണ്. അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ചു പുറത്തുവരുന്നവർക്ക് സംരക്ഷണമുണ്ടാകും. KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് അദ്ദേഹത്തിന്റെ മുന്നണിയിലുള്ളവർക്കുമുണ്ട്. കേരള ഭരണം കോമഡി എക്സ്പ്രസ് പോലെയായെന്നും ഉഴവൂർ വിജയൻ പറഞ്ഞു. ഈ സർക്കാർ ലിവർ സിറോസിസ് ബാധിച്ച് അന്ത്യമുണ്ടാകുള്ളൂ. ഇപ്പൊ ലിവർ സിറോസിസ് ഏകദേശം റെഡിയായിട്ടുണ്ട്. അധിക ദിവസം വേണ്ടിവരില്ല. നമ്മുടെ പിള്ളച്ചനും PC ജോർജും. കിഡ്സംകുറ പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളീധരൻ പട്ടേരി അധ്യക്ഷം വഹിച്ചു. P. കരുണാകരൻ, MP സൂര്യനാരായണൻ, പ്രൊഫസർ ജോബ് കാട്ടൂർ, P. സുധാകരൻ, അനിതാ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ മുനിസിപ്പാലിറ്റികൾ ഉണ്ടാക്കാനായി കോർപ്പറേഷൻ വിഭജിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ നഗരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. ഫോറം ഫോർ സിറ്റി ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചങ്ങലയിൽ മുൻ മേയർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ കണ്ണികളായി. കോഴിക്കോട് നഗരസഭയെ വെട്ടിച്ചുരുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. ഫോറം ഫോർ സിറ്റി ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. മുതലക്കുളത്ത് നിന്ന് പാളയം, മിഠായി തെരുവ്, സെൻട്രൽ ലൈബ്രറി, ടൗൺ ഹാൾ, BM സ്കൂൾ വഴി മുതലക്കുളം വരെ ചങ്ങലയിൽ ജനം അണിനിരന്നു. കോർപ്പറേഷൻ വിഭജനത്തിനെതിരെയുള്ള സമരപ്രഖ്യാപനം മേയർ AK പ്രേമജം ചൊല്ലി. കണ്ണികളായവർ ഏറ്റുചൊല്ലി. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, മുൻ മേയർമാരായ M. ഭാസ്കരൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, കോളിയോട്ട് ഭരതൻ, MM പത്മാവതി, അഡ്വക്കേറ്റ് UT രാജൻ, O. രാജഗോപാൽ, CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. സതിദേവി, TP രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. വിശ്വൻ, P. ലക്ഷ്മണൻ, A. പ്രദീപ് കുമാർ MLA, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് C. മോഹനൻ, സെക്രട്ടറി മെഹബൂബ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ, ഭാസി മലാപ്പറമ്പ്,
കെ ഹസൻ കോയ, സംസ്കൃതം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ജയപ്രസാദ്, പ്രവാസി കൌൺസിൽ കേരള ജനറൽ സെക്രട്ടറി പി കെ കബീർ, എം കെ പ്രേംനാഥ്, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി പി ഹമീദ്, പി ലത്തീഫ്, പി ടി ആസാദ്, NCP ദേശീയ സമിതി അംഗം MP സൂര്യനാരായണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോബ് കാട്ടൂർ, CPM ടൗൺ ഏരിയ സെക്രട്ടറി കെ ദാമോദരൻ, സൌത്ത് ഏരിയ സെക്രട്ടറി കാനങ്ങോട് ഹരിദാസൻ, നോർത്ത് ഏരിയ സെക്രട്ടറി പി നിർമ്മലൻ, ഫറൂഖ് ഏരിയ സെക്രട്ടറി M ഗിരീഷ്, കോർപ്പറേഷൻ കൌൺസിലർമാർ എന്നിവർ ചങ്ങലയിൽ അണിചേർന്നു. ഫോറം ഫോർ സിറ്റി ഡെവലപ്മെന്റ് കൺവീനർ TP ദാസൻ സ്വാഗതവും ഫോർമർ മേയേഴ്സ് ഫോറം പ്രസിഡന്റ് കോളിയോട്ട് ഭരതൻ നന്ദിയും പറഞ്ഞു. റേഷൻ കാർഡ് അപേക്ഷാ ഫോമിലെ സങ്കീർണതകൾ ഒഴിവാക്കുക, അർഹതയുള്ള എല്ലാവർക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. ബേപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഏരിയ കമ്മിറ്റി അംഗം K ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കിയ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലുള്ള സങ്കീർണതകൾ ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ നടത്തിയ ധർണയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. റേഷൻ കാർഡ് പുതുക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിക്കുന്ന വീട്ടമ്മമാരടക്കം നാടൊന്നാകെ സമരകേന്ദ്രങ്ങളിലെത്തി ധർണയിൽ പങ്കാളികളായി. നൂലാമലകൾ നിറഞ്ഞ അപേക്ഷാ ഫോറം പൊതുജനങ്ങളെ വലയ്ക്കുന്നതാണെന്നും സങ്കീർണതകൾ ഒഴിവാക്കി പുതിയ അപേക്ഷാ ഫോറം നൽകണമെന്നും സമരത്തിൽ അണിനിരുന്ന ആയിരങ്ങൾ ആവശ്യപ്പെട്ടു. ജില്ലയിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിലും ധർണ നടന്നു. ഒളവണ്ണ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന സമരം CPIM കോഴിക്കോട് സൌത്ത് ഏരിയ സെക്രട്ടറി കാനങ്ങോട് ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. K ബൈജു അധ്യക്ഷം വഹിച്ചു. രവീന്ദ്രൻ പറശ്ശേരി, നീലേരി രാജൻ, മനോജ് പാലാത്തൊടി എന്നിവർ സംസാരിച്ചു. പന്തിരങ്കാവിൽ ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ കൊടുവണ്ണ അധ്യക്ഷനായിരുന്നു. TV റിനീഷ്, PM പ്രഭാകരൻ, N മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ അരക്കണ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ വില്ലേജ് ഓഫീസിന് മുൻപിലാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം KV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. PP ബീരാൻ കോയ അധ്യക്ഷം വഹിച്ചു. P രാജീവൻ, K സിദ്ധാർത്ഥൻ, കരുവള്ളി ശശിധരൻ, N സദു എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം നടത്തുന്ന വാർഷിക തുടർ വിദ്യാഭ്യാസ സെമിനാർ ഇന്റേണൽ മെഡിസിൻ അപ്ഡേറ്റ് 2015 IMCH ജൂബിലി ബിൽഡിംഗ് ഹാളിൽ വെച്ച് ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ നടത്തും. ചടങ്ങിന്റെ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ S രമാദേവി നിർവഹിക്കും. മെഡിസിൻ വിഭാഗം രോഗികളുടെ വിവരശേഖരണത്തിനുള്ള ഡാറ്റ എൻട്രി സോഫ്റ്റ്വെയർ മിഡാസിന്റെ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നടക്കും. ചേളന്നൂർ ഇച്ചന്നൂർ AUP സ്കൂൾ നവതി ആഘോഷ സമാപന പരിപാടികൾ ജനുവരി 30, 31 തീയതികളിൽ നടക്കും. സാംസ്കാരിക ഘോഷയാത്ര, നഴ്സറി കലോത്സവം, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം, പൂർവാധ്യാപകരെ ആദരിക്കൽ, കലാപരിപാടികൾ തുടങ്ങിയവയോടെയാണ് സമാപനം. പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം MLA AK ശശീന്ദ്രനും സമാപന സമ്മേളനം കലാസാംസ്കാരിക പ്രവർത്തകൻ സലാം വട്ടോളിയും ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓർക്കാട്ടേരി ചന്ത ആരംഭിച്ചു. ചന്തയ്ക്ക് മേളക്കൊഴുപ്പേകാൻ 250-ൽ പരം കച്ചവട സ്റ്റാളുകളും മറ്റ് വിനോദ പ്രദർശന പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ചന്തയിൽ കൃഷി വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും പവലിയനുകളിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ്, കേരഫെഡ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ്, കേരള ഫീൽഡ് ഹോർട്ടിക്കൾച്ചർ എന്നീ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഒരുക്കി കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു. ഡീസൽ വില കുറവിനനുസരിച്ച് ബസ് ചാർജ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന ഉപഭോക്തൃവേദിയുടെ ആഭിമുഖ്യത്തിൽ കിഡ്സൺ കോർണർ പരിസരത്ത് ധർണാ സമരം നടത്തി. കേരള സംസ്ഥാന ഉപഭോക്തൃവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സൻ നെല്ലിക്കോട് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രഭാകരൻ നമ്പ്യാർ അധ്യക്ഷം വഹിച്ചു. ബാലൻ കാട്ടുങ്ങൽ, വിജയൻ വടകര, K മാധവൻ, ബാലൻ P നായർ, PK ശശിധരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ G ഗോപകുമാർ രാഷ്ട്രീയത്തിലെ പുത്തൻ പ്രവണതകൾ എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിച്ചു. മടപ്പള്ളി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഫസർ അബ്ദുൽ നാസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഉമേഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു. സർവശിക്ഷാ അഭിയാൻ കോഴിക്കോട് DPO വത്സൻ K, നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ T രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആണവ കരാർ പ്രാവർത്തികമാക്കിയതിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്ന് TP രാമകൃഷ്ണൻ. ബാർക്കോഴ അഴിമതിയിൽ ഉൾപ്പെട്ട 4 മന്ത്രിമാരെ കൂടി വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. വിലത്തകർച്ചയിൽ തളരുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി ധർണ കളക്ടറേറ്റ് പടിക്കൽ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.